ട്രാൻസ്ഫോമർ ബുഷിംഗ്സ് നിർമ്മാണം നടത്തുന്ന ഒരു കമ്പനി. പവർ, റിന്യൂവബിൾ, റെയിൽ, സ്റ്റീൽ, സിമന്റ്, ഡാറ്റാ സെന്റർ അടക്കം നിരവധി സെക്ടറുകൾക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകളാണ് കമ്പനി നിർമ്മിക്കുന്നത്. അടുത്ത 5 വർഷങ്ങളിൽ ഓരോ വർഷവും ശരാശരി 30% വരുമാന വർധനവാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഓഹരി വിപണിയിൽ ഈ കമ്പനിയുടെ ഓഹരി കഴിഞ്ഞ ഒരു വർഷത്തിൽ 30% നേട്ടവും, 3 മാസം കൊണ്ട് 108% നേട്ടവും, ഒരു മാസത്തിൽ 20% നേട്ടവും നൽകിയിട്ടുണ്ട്. യാഷ് ഹൈ വോൾട്ടേജ് ലിമിറ്റഡ് എന്ന കമ്പനിയെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. നിലവിൽ ഈ മൈക്രോ ക്യാപ് കമ്പനിയുടെ NSEയിലെ ഓഹരി വില 449 രൂപയാണ്. അടുത്ത 5 വർഷത്തേക്ക് 300 മുതൽ 400% വരുമാന വർധനവാണ് ഈ കമ്പനി ലക്ഷ്യമിടുന്നത്. അതായത് ഇപ്പോഴത്തെ വരുമാനത്തിന്റെ 3 മുതൽ 4 മടങ്ങാണ് ടാർഗറ്റ്. പോയ 3 മാസങ്ങളിൽ 100%-ലധികം നേട്ടം നൽകിയ ഒരു മൈക്രോ ക്യാപ് ഓഹരി കൂടിയാണിത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 25 മുതൽ 30% വർധനവാണ് കമ്പനിയുടെ ഓർഡർ ബുക്കിലുണ്ടായത്. 2026 വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വഡോദരയിൽ ഗ്രീൻഫീൽഡ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് നിർമ്മിക്കാനും 2026 മാർച്ചോടെ പൂർത്തിയാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇതിലൂടെ പ്രൊഡക്ഷൻ ശേഷിയിൽ വൻ വർധനവ് നേടാനാകുമെന്ന കണക്കുകൂട്ടൽ കമ്പനിക്കുണ്ട്. 1081 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ സ്റ്റോക്ക് PE 50.5 ആണ്. ഇൻഡസ്ട്രി PE 45.2, ബുക്ക് വാല്യൂ 51.7 രൂപയാണ്. ഡെറ്റ് ടു ഇക്വിറ്റി അനുപാതം 0.15 ആണ്. ഡിവിഡൻഡ് ഈൽഡ് 0 ആയിട്ടാണ് തുടരുന്നത്. ഫേസ് വാല്യൂ 5 രൂപയാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 22.6% തുടരുന്നു. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 28.5% നിലനിൽക്കുന്നുണ്ട്. ഏർണിംഗ്സ് പെർ ഷെയർ 7 രൂപ 50 പൈസയാണ്. അർദ്ധവാർഷിക അടിസ്ഥാനത്തിൽ റിസൾട്ട് നൽകുന്ന ഒരു കമ്പനി കൂടിയാണിത്. 2024 സെപ്റ്റംബർ പാദത്തിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 11 കോടി രൂപയായിരുന്നു. ഇക്കഴിഞ്ഞ 2025 മാർച്ച് പാദത്തിൽ ഇത് 21 കോടി രൂപയിലേക്ക് ഉയർന്നു. സമാന കാലയളവിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 9 കോടി രൂപയിൽ നിന്ന് 19 കോടി രൂപയായി വർദ്ധിച്ചു. ഇതേസമയം അറ്റാദായം 6 കോടി രൂപയിൽ നിന്ന് 15 കോടി രൂപയിലേക്കും ഉയർന്നു. കഴിഞ്ഞ 5 വർഷങ്ങളിൽ കമ്പനിയുടെ അറ്റാദായം, വരുമാനം എന്നിവ യഥാക്രമം 47%, 31% എന്നീ നിലകളിലാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ശക്തമായ വരുമാന വളർച്ച രേഖപ്പെടുത്തിയ കമ്പനി 109% വരുമാന വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഹെൽത്തിയായ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും നിലനിർത്തുന്നുണ്ട്. ഒപ്പം ROC നോക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 52% രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഹെൽത്തിയായ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും മറ്റൊരു സവിശേഷതയാണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 8.97 ആയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല എഫിഷ്യൻ്റായ ക്യാഷ് കൺവേർഷൻ സൈക്കിളും മറ്റൊരു പ്രത്യേകതയാണ്. 14.97 ദിവസമാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. മാത്രമല്ല പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിലും 57% പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ആണ് കമ്പനിക്കുള്ളത്.